ആഷിഖ് എത്ര സല്യൂട്ട് കൊടുത്താൽ മതില്ല. കാരണം എവരി ഏരിയയിൽ പടം പിടിച്ചിട്ടുണ്ട്. തിയേറ്റർ വാശിയുള്ള മാർക്കോയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും. കാരണം മലയാളത്തിലെ ഏറ്റവും വയലൻസ് സാധനം എന്ന് പറയുമ്പോൾ മാർക്കോ വരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ കെട്ടപ്പെട്ടിക്കുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും. ഏത് ഒന്നും പറയാനില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി കരക്കെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിൽ സംവിധാനത്തിൻ്റെ ഒരു വർക്ക് ഇപ്പോഴാണ് കാണും. കിട്ടിപ്പം വർക്കാണ് ആഷിഖ് അബുവിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ പുള്ളി ഫോട്ടോഗ്രാഫിയും പുള്ളിയാണ്. അതിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചതുകൊണ്ട് എന്നെ സൂപ്പർ വർക്കാന്ന് പറയും പടം. റൈറ്റിംഗ് പുള്ളിയുടെ റൈറ്റിംഗ് അറിയാലോ, പക്ഷെ ഇതിൽ കുറച്ച് വെറൈറ്റി റൈറ്റിംഗ് ആണ്. നേരത്തെ കണ്ട റൈറ്റിംഗ് പോലെയല്ല. ബ്ലൂടെക്കിൻ്റെ പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫാമിലിയിലെ പല തലമുറകൾ കൈമാറി വരുന്ന ഒരു റൈഫിൾ ഹിസ്റ്ററിയുമായി എത്തുന്ന ആഷിഖ് അബു ചിത്രം റൈഫിൾ ക്ലബ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹിന്ദി ഹിറ്റ് മേക്കർ അനുരാഗ് കശ്യപിൻ്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ്. അതോടൊപ്പം തന്നെ മ്യൂസിക്കൽ സെൻസേഷൻ ഹനുമാൻ കെൻറ്റിൻ്റെയും ആദ്യ സിനിമ കൂടിയാണിത്. അതോടൊപ്പം തന്നെ ഈ പടത്തിൽ ഒരുപാട് താരനിര തന്നെയുണ്ട്. അപ്പോൾ റൈഫിൾ ക്ലബ് കണ്ടവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചറിയാം. നിങ്ങളും ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റൈഫിൾ ക്ലബ് കണ്ടവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചറിയാം. ഏത് ഒന്നും പറയാനില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി കരക്കെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിൽ സംവിധാനത്തിൻ്റെ ഒരു വർക്ക് ഇപ്പോഴാണ് കാണും. കിട്ടിപ്പം വർക്കാണ് ആഷിഖ് അബുവിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ പുള്ളി ഫോട്ടോഗ്രാഫിയും പുള്ളിയാണ്. അതിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചതുകൊണ്ട് എന്നെ സൂപ്പർ വർക്കാന്ന് പറയും പടം. പടം തുടങ്ങുമ്പോൾ തുടങ്ങിയ വെടിയാണ്. അവസാനം കൂട്ടപ്പുരത്തിൽ തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റ് ആയിരുന്നു. കിടുകിടപ്പൻ ഒന്നും പറയാനില്ല. എന്തോ ഇല്ല, ഞാൻ വാണിവിശ്വനാഥ് അവസാനത്തെ ഒരു പടം കണ്ട് ഇതൊക്കെ സഹിക്കാൻ പറ്റില്ലാത്ത, പക്ഷെ ആ പുള്ളിക്കാരി അതിൻ്റെ കേട് ഇതിനകത്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. കിടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാം ആദ്യം തുടങ്ങി അവസാനം വരെ ഫസ്റ്റ് സീനൊക്കെ കാണാം. അവർ ഫസ്റ്റ് സീനൊക്കെ വിട്ടേക്കരുത്. ആദ്യത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല, കിടുകിടുപ്പും പടം. നമ്മുടെ പുളിസ് അമ്മാതിരി ആയിട്ടോ റൊമാൻറ്റിഫിക്കേഷൻ. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രൊഡക്റ്റബിൾ ആണെങ്കിലും പക്ഷെ അതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. അനുരാഗ് കാശ്യപും ദിലീഷ് പോത്തനും പൊളിച്ച്, അതുപോലെ ഹനുമാൻ കൈൻ്റെ ഒക്കെ അവിടെ റോളൊക്കെ പെർഫെക്റ്റ് ആണ്. എക്സ്പെഷ്യലി വാണി വിശുദ്ധ വിജയരാഘവൻ ആ റോളുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മേക്കിംഗ് അസാധ്യ മേക്കിംഗ് ആണ്. ആഷിഖ് എത്ര സല്യൂട്ട് കൊടുത്താൽ മതില്ല. കാരണം എവരി ഏരിയയിൽ പടം പിടിച്ചിട്ടുണ്ട്. തിയേറ്റർ വാശിയുള്ള മാർക്കോയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും. കാരണം മലയാളത്തിലെ ഏറ്റവും വയലൻസ് സാധനം എന്ന് പറയുമ്പോൾ മാർക്കോ വരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ കെട്ടപ്പെട്ടിക്കുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും. വയലൻസേ ഉള്ളു പടത്തിൽ, കണ്ടില്ലെങ്കിൽ നഷ്ടമാവും. അതിൽ സത്യം പറഞ്ഞ ചോര തിളച്ചുകൊണ്ടിരിക്കണേ, ഒരു രക്ഷയില്ല. ഞാൻ ഈ സിനിമ കാണാൻ 3 റീസണാണ് ഉള്ളത്. അതിൽ 1 ആഷിഖ് അബു, 2 ഹനുമാൻ കൈൻഡ്, 3 കാസ്റ്റിംഗ്. ഔട്ട്സ്റ്റാൻഡിങ് മൂവി. ഇന്റർവെല്ലിൽ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ടും പടം സത്യം പറഞ്ഞ ചോര തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ വെറുതെ പറയണല്ല, ഇത് സത്യമാണ്. ഇത് ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറയണതാണ്. ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിങ് മൂവി എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് മൂവി, ഒന്നും പറയാനില്ല. നമ്മൾ എത്ര രൂപയാണോ കൊടുത്തത് അതിന്റെ ഡബിൾ ആണ്. ഔട്ട്സ്റ്റാൻഡിങ് മൂവി. ഇത് ഞാൻ നോണ പറയണല്ല, ഞാൻ വേറെ വൈറലാവാനൊന്നും പറയണല്ല. ഇത് എൻ്റെ മനസ്സിൽ നിന്ന് സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം നിങ്ങൾ തിരുത്തി എഴുതിക്കോ. വെരി ഗുഡ്. ആഷിഖ് അബുവിൻ്റെ പുതിയൊരു മൂവിയാണ്. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറെ എൻ്റർടൈനറാണ്. നമുക്ക് ഭംഗിയായിട്ടിരുന്ന് കാണാൻ പറ്റും. ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. വാണി വിശ്വനാഥിനെ കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച രീതിയിലൊന്ന് കാണാൻ പറ്റി. അതെ, തീർച്ചയായിട്ടും. വാണി വിശ്വനാഥിനെ നമ്മൾ പഴയ പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിലൊന്ന് കാണാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. റൈറ്റിംഗ് പുള്ളിയുടെ റൈറ്റിംഗ് അറിയാലോ, പക്ഷെ ഇതിൽ കുറച്ച് വെറൈറ്റി റൈറ്റിംഗ് ആണ്. നേരത്തെ കണ്ട റൈറ്റിംഗ് പോലെയല്ല. ഒരു കംപ്ലീറ്റ് ത്രില്ലർ ആക്ഷൻ പാക്ഡ് സാധനമാണ്. മസ്റ്റ് വാച്ചാണ്. താങ്ക് യു.